ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും കൃത്യമായി ധാരണയില്ലാത്തൊരു മസലയാണ് ജംഉം കസ്റും. ദീർഘദൂര യാത്രക്കാർക്ക് ശരീഅത്ത് നൽകിയിട്ടുള്ള ഒരു ഇളവാണ് ജംഉം കസ്റും. എന്താണ് ജംഅ്? രണ്ട് നിസ്കാരം ഒരുമിച്ച് നിസ്കരിക്കുന്നതാണ് ജംഅ്. എന്താണ് കസ്ർ? ആ നിസ്കാരങ്ങളെ ചുരുക്കി നിസ്കരിക്കുന്നതാണ് കസ്ർ എന്ന് പറഞ്ഞത്. അപ്പൊ ജംഉം കസ്റും എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിസ്കരിക്കുന്നതോടൊപ്പം അതിനെ ചുരുക്കുക എന്ന് പറഞ്ഞാൽ ലോഹറും അസറും പരസ്പരം ലോഹറിന് അസറിന്റെ സമയത്ത് നിസ്കരിക്കാം, അസറിന് ലോഹറിന്റെ സമയത്ത് നിസ്കരിക്കാം. ഇത് രണ്ടും ഒരുമിച്ച് നിസ്കരിക്കുന്നതാണ് ജം ആക്കുക. ഇനി കെസറാക്കുക എന്ന് പറഞ്ഞാലോ ലോഹറ് രണ്ടാക്കി നിസ്കരിക്കാം, അസർ രണ്ടാക്കി നിസ്കരിക്കാം. ഒരു ഉദാഹരണം പറയാം. 132 കിലോമീറ്റർ ഉള്ള സമയത്താണ് ഓപ്ഷൻ ഉള്ളത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു, ലോഹർ ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്തെത്തി, മഹലിന്റെ പുറത്തെത്തി. നിങ്ങൾക്ക് ലോഹർ നിസ്കരിക്കുന്നതോടൊപ്പം അസറും കൂടെ നിസ്കരിക്കാം. അപ്പൊ ലോഹർ 2 മതി, അസറും 2 മതി. ഇനി ലോഹർ ബാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ യാത്രയിലാണ്, നിസ്കരിക്കാനുള്ള സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല. മനസ്സ് കരുത് ലോഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മു കസറാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അസർ ബാങ്ക് കൊടുത്തു പോയാലും ടെൻഷൻ അടിക്കണ്ട. അസർ നിസ്കരിക്കുമ്പോ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വരെ സമയമുണ്ട്. അസർ 2 ലോഹർ 2 അങ്ങനെ നിസ്കരിച്ചാൽ മതി. അതുപോലെ പരസ്പരം ജമ്മു കസറാക്കാൻ പറ്റുന്ന 2 നിസ്കാരമാണ് മഗ്‌രിബും ഇശാഉം. ഇങ്ങനെയുള്ള നിസ്കാരമാണ് ജമ്മും കസറും. ഇതിലൊരിക്കലും നമുക്ക് സുബ്ഹ് ജമ്മാക്കാനോ കസറാക്കാനോ ഉള്ള ഓപ്ഷൻ ഇല്ല. ഇത് പരമാവധി എല്ലാവരിലേക്ക് അയച്ചു.